അപ്പോൾ അത് ഒന്നാമത്തെ ഒരു മണ്ടൻ തീരുമാനമായിട്ട് തോന്നിയത്. രണ്ടാമത്തെ കേസ് ഹർദിക് പാണ്ഡ്യ സ്ക്വാഡില്ല. വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബാറ്റിംഗ് ഓൾറൗണ്ടറെ ടീമിലെടുത്തിട്ടില്ല. അതിന് BCCI പറഞ്ഞ കാരണം ഇപ്പോൾ T20 വേൾഡ് കപ്പിനുള്ള റെസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാ പ്ലേയേഴ്സിനും അങ്ങനെ റെസ്റ്റ് കൊടുക്കണം. അദ്ദേഹം ഡൊമസ്റ്റിക് മാച്ചസ് കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 10 ഓവർ എറിയാനുള്ള ക്ഷമത ഇല്ലെങ്കിൽ പോലും അദ്ദേഹം അത്രയും എറിയേണ്ട ആവശ്യമില്ല. അത് 30 വയസ്സ് കഴിഞ്ഞ പ്ലെയറാണ്. അദ്ദേഹം ബാറ്റിംഗ് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു പവർ ഹിറ്റർ, ഒരു ഫിനിഷറെ, ഒരു ബാറ്റർ എന്ന രീതി മാത്രം ടീമിലോട്ട് എടുക്കുക. ബോളിങ്ങിൽ അദ്ദേഹം ചെയ്തു തരുന്ന എല്ലാം ബോണസാണ്. പകരം എടുത്തേക്കുന്ന ഡൊമസ്റ്റിക് മാച്ചസിൽ പോലും 3-4 ഓവറുകൾ മാത്രം എറിയുന്ന നിതീഷ് കുമാർ റെഡ്ഡിയെ പോലത്തെ പ്ലെയർ. ഹർദിക് പാണ്ഡ്യയ്ക്ക് മുകളിൽ എന്ത് അഡ്വാൻറ്റേജാണ് നിതീഷ് കുമാർ റെഡ്ഡിക്കുള്ളത്? അതുപോലെ അക്ഷർ പട്ടേലും വരെ സുന്ദർ വന്നേക്കുന്നു. ഈ വാഷിംഗ്ടൺ സുന്ദറിന് എന്ത് അഡ്വാൻറ്റേജാണ് അക്ഷർ പട്ടേലിനേക്കാളും മുകളിലുള്ളത് ഇന്ത്യക്ക് വേണ്ടി 50 ഓവർ ക്രിക്കറ്റിൽ? എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മോശം തീരുമാനങ്ങളാണ്. അതായത് 2027 വേൾഡ് കപ്പിന് ഇനി ഒരു വർഷം മാത്രം ഉള്ളപ്പോൾ ODI മാച്ചസിൽ സെലക്ടേഴ്സ് കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളാണിത്. ഫേവറിസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫേവറിസം. അത്രയും ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് അത്രയും അടിപൊളിയായിട്ട് ODIയിൽ കളിച്ച പ്ലെയറാണ് അക്ഷർ പട്ടേൽ. അക്ഷർ പട്ടേൽ പിന്നീട് കളിപ്പിക്കുന്നില്ല. അതുപോലെ ഹർദിക് പാണ്ഡ്യന് പിന്നീട് കളിപ്പിക്കുന്നില്ല. ഹർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒറ്റ പ്ലെയറുടെ പരിക്ക് കാരണമാണ് നമുക്ക് 2023 വേൾഡ് കപ്പ് പോലും കിട്ടാതിരുന്നത്. ഒരു പക്ഷേ ഹർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ പ്ലെയർ അന്ന് സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഫസ്റ്റ് ഇന്നിങ്സിൽ ഇതിനും ബെറ്ററായിട്ട് സ്കോർ എടുക്കാൻ പറ്റിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഷർ സിറ്റുവേഷനിൽ അതിനെ ബേസ് ചെയ്ത് ബാറ്റ് ചെയ്യുന്ന ആളല്ല അദ്ദേഹം. അദ്ദേഹം കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയറെ 2021 വേൾഡ് കപ്പിൽ നമുക്ക് ഫൈനൽ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് പരിക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയും അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ODI ടീമിലോട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസും ടീമിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒരു അവിയൽ പോലെയാണ് ഇപ്പോൾ ODI ടീം നിൽക്കുന്നത്. രോഹിത്തും കോഹ്ലിയും കളിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാവരും ODI മാച്ചസ് കാണും. അപ്പോൾ അവർക്ക് വേണ്ടി കാണും. പകരം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പെർഫോമൻസ് എടുത്ത് പൃഥ്വിരാജ് ഗെയ്ക്വാഡ് സ്ക്വാഡിൽ വന്നില്ല. ശ്രേയസ് അയ്യർ വന്നുകൊണ്ട് അദ്ദേഹത്തിന് വരില്ല. പകരം ഋഷഭ് പന്ത് തിരിച്ച് ടീമിലോട്ട് വന്നു. 2ാം വിക്കറ്റ് കീപ്പറായിട്ട് 3 മാച്ചസുള്ളൊരു സീരീസിനാണ് ഒരു 2 വിക്കറ്റ് കീപ്പർമാർ. വർഷാദ്യം തന്നെ ഒരു മൊത്തത്തിൽ ശോകാവസ്ഥയിലുള്ളൊരു ടീം സെലക്ഷനാണ് വന്നേക്കുന്നത്. അതിന് പുറമെ IPL മുസ്തഫിസ് റഹ്മാനെ പുറത്താക്കിയ ഒരു കാര്യം, അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ കാരണം IPL ബംഗ്ലാദേശ് പ്ലെയറായ മുസ്തഫിസ് റഹ്മാനെ റിലീസ് ചെയ്തേക്കാണ് KKR. അദ്ദേഹം ഈ സീസൺ കളിക്കുന്നുണ്ടാവില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ്. T20 വേൾഡ് കപ്പിനായിട്ട് ബംഗ്ലാദേശ് ഇന്ത്യയിലോട്ട് വരില്ല എന്ന് അവരുടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പറയുണ്ടായി. അതുപോലെ തന്നെ IPL ലോഗോ മുസ്തഫിർ മുർത്താസയുടെ ബാറ്റിംഗ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റിൽ നിന്നാണ് IPL ലോഗോ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ലോഗോ മാറ്റണം എന്നൊക്കെ രീതിയിൽ ഭയങ്കര പ്രതിഷേധമാണ്. അപ്പം വർഷത്തുടക്കം തന്നെ ഒരുപാട് മോശം കാര്യങ്ങളാണ് ക്രിക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പൊളിറ്റിക്സും ക്രിക്കറ്റും കൂടി മിക്സ് ആക്കുന്നതിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനൊക്കെ പറയുക. നമ്മുടെ സ്ക്വാഡ് സെലക്ഷനെ പറ്റിയിട്ടും അതുപോലെ ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ നോക്കുന്നതായിരിക്കും.